ഹലോ, എല്ലാവർക്കും സുമി 7ലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി കണ്ണൂരേക്ക് പോവുകയാണേ. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അതെയാ, വേറെയും 2-3 സ്ഥലത്തും കൂടി പോകുന്നുണ്ട് എന്നാണ് ദേവമോള് പറഞ്ഞത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവേ. എന്നിട്ട് പിന്നെ കണ്ണൂർ എത്തിയത് ഒരു 1:15 ആ ഒരു സമയത്താണ്. വീട്ടിൽ നിന്ന് 1 മണിക്കൂർ ദൂരമുണ്ട്. എന്നിട്ട് പിന്നെ കണ്ണൂർ എത്തിയിട്ട് നമ്മൾ നേരെ പോയത് ഹോട്ടലിലേക്കാണ്. ഫുഡ് കഴിക്കണ്ടേ, ഫുഡ് കഴിച്ചിട്ട് പോകുന്നില്ലേ, കുറച്ചും കൂടി നല്ലതെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഞാൻ വാങ്ങിച്ചത് ചോറാണ്. ചോറ്, സാമ്പാർ, പച്ചടി, അച്ചാർ, വറവ്, പുഴുക്കുണ്ടായിരുന്നു. ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ഉപ്പ് വാങ്ങി. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവരൊക്കെ വാങ്ങിച്ച ബിരിയാണിയാണ്. ബിരിയാണിയൊന്നും കുഴപ്പമില്ല, നല്ല ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനും കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. ഞങ്ങൾ ഒരു ശ്രീദേവി എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് കഴിച്ചത്, കാൽടെക്സിൽ. നമ്മൾ എന്നിട്ട് നേരെ സ്റ്റേഡിയത്തിലേക്കാണ് പോണത്. ഞങ്ങൾ എവിടെയാണ് പോകണമെന്ന്, കണ്ണൂരേക്ക് പോകുന്നു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, എവിടെയാണ് പോകണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പോണത് ഇതാ കണ്ണൂർ സ്നോലാൻഡ് എക്സ്പോയിലേക്കാണ്. സ്റ്റേഡിയത്തിൽ നടക്കുന്ന സ്നോലാൻഡ് എക്സ്പോയിൽ കാണാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. ഇനി ഒരു 2 ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രദർശനം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം കണ്ടിട്ട് പോവുക. ഇനി ആകെ ഒരു 2 ദിവസം മാത്രമേ ഉള്ളൂ. 29th വരെയേ ഉള്ളൂ ഈ ഒരു പ്രദർശനം കേട്ടോ. ഒരാൾക്ക് 120 രൂപയാണ് ടിക്കറ്റ്. പിന്നെ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ടിക്കറ്റ് ഉണ്ട്. GPay കൗണ്ടർ വേറെ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പോകുമ്പോൾ കണ്ടാ ഈ ഗ്രൗണ്ടൊക്കെ ഫുള്ള് കാലിയാണ്. ഇങ്ങോട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഫുള്ള് തിരക്ക് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വീക്കെൻഡിൽ പോകുന്നവർ കുറച്ച് നേരത്തെ പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ ഭയങ്കര തിരക്ക്, പിന്നെ വണ്ടിയൊക്കെ എടുത്തിട്ട് വരുമ്പോൾ പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ദേവമോള് ഇവിടെ ഇങ്ങനെ അടിച്ച് പൊളിച്ചിട്ടാണ്. ദേവമോള് മാക്സിമം എൻജോയ് ചെയ്തിന്. നല്ല രസമാണ്. പിള്ളേഴ്സിനാണെങ്കിലും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കളിക്കാനും എല്ലാം നല്ല സ്ഥലമാണ്. ഇതൊക്കെ ഫുള്ള് തെർമോക്കോൾ വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ എന്താ പറയുക, കാണാനും നല്ല ഉണ്ട് കേട്ടോ. ലൈറ്റ് കാര്യങ്ങൾ എല്ലാം നല്ലതാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ. ഇപ്പോൾ റീൽസൊക്കെ ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല കേട്ടോ. പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നേരത്തെ പോകണത് നല്ലതായിരിക്കും. ഞങ്ങൾ പോയ സമയം കറക്റ്റ് സമയം കേട്ടോ. ഞങ്ങൾ ഉള്ളിൽ കയറിയത് ഒരു 2:30 ആ ഒരു സമയത്താണ് ഞങ്ങൾ ഉള്ളിൽ കയറിയത്. അന്നേരം നമുക്ക് നല്ല പോലെ വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസൊക്കെ ആണെങ്കിലും എടുക്കാമെന്നൊക്കെ പറ്റി. ഞങ്ങൾ പിന്നെ ഒരു ഈവനിങ് ഒക്കെ കയറാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ രാത്രി കാണാൻ വേറെ തന്നെ ഒരു രസമാണ്. ഇതാരാന്ന് ഞങ്ങളിപ്പോൾ 2:30 കയറിയതാണെങ്കിലും പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഒരു 4:30 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേവമോൾ ഇവിടെ ഇങ്ങനെ അടിച്ച് വിളിക്കുകയാണ്. എല്ലാത്തിനും അത് ആനേൻ്റെ മുകളൊക്കെ ഇങ്ങനെ കയറി ഫോട്ടോ ഒക്കെ എടുക്കലാണ് കേട്ടോ. അതിൻ്റെ ഞാൻ ഫോട്ടോസൊക്കെ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഇടുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സുമീസ് ഹെവൻ എന്നാണ് പേര്. ഞാൻ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാനിങ്ങനെ ഓരോ മുക്കും മൂലയും പരമാവധി ഞാൻ ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാനിങ്ങനെ തൊട്ടൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഇല്ലേ ഉണ്ടാക്കി വെച്ചൊക്കെ കാണാൻ നല്ലതുണ്ട്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫോട്ടോയിൽ ഓരോരോ ലൈറ്റിൻ്റെ ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പം അതിൻ്റേതായ ഭംഗിയുണ്ട്.
പിന്നെ അങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങനെ ഓരോരോ സ്ഥലത്തു നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് മെല്ലനെ സാവകാശമാണ് ഓരോരോ ഇങ്ങനെ നീങ്ങി പോവുക കേട്ടോ. തിരക്കൊന്നും കൂട്ടാതെ, അല്ലെങ്കിൽ ഇങ്ങനെ തിരക്ക് കൂട്ടിയിട്ട് അങ്ങനെ പോവുകയല്ലേ. ഞാൻ പിന്നെ ഒരു 2-3 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇതുപോലത്തെ ഒരു എക്സ്പോന് നാട്ടിൽ പോണത്. അതിന് മുന്നേ ഇങ്ങനെ ഇവിടെ അധികം സ്റ്റേഡിയത്തിൽ അധികം ഓരോന്ന് കഴിയുന്ന ഇങ്ങനെ സർക്കസ് ഇതുപോലത്തെ എക്സ്പോ അങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ. അപ്പം ഓരോന്ന് വരുമ്പോൾ ഞങ്ങൾ പോവാറുണ്ടായിരുന്നു. അപ്പോൾ ഇതോടെ കൂടി കഴിഞ്ഞിട്ടോ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ. ഇനി നമ്മളിപ്പോൾ പുറത്തിറങ്ങുകയാണ്. പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേളകൾ, ഇങ്ങനത്തെ ഓരോരോ പാത്രങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സെയിലാക്കണം കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ വാഷ് ബേസ്, കഴുകുന്ന ബ്രഷ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നൊക്കെ റേറ്റ് കുറവുണ്ട്, ഓരോന്നിന് അതിൻ്റെതായ റേറ്റ് കൂടുതലൊക്കെയാണ്. എനിക്ക് പിന്നെ അങ്ങനെ ഇവിടുത്തെ റേറ്റ് എനിക്ക് അങ്ങനെ അറിയില്ല, കുറേ ആയില്ലേ, അതുകൊണ്ട് എനിക്ക് ഓരോന്നിൻ്റെ റേറ്റ് അങ്ങനെ അറിയില്ല. ഇപ്പോഴത്തെ റേറ്റ് പണ്ടത്തെ റേറ്റ് ആയിരിക്കില്ലല്ലോ ഇപ്പോൾ, അതിൻ്റെ റേറ്റൊക്കെ ഡിഫറെൻറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഇത് വാങ്ങിയിട്ടുണ്ട്. ഇവിടത്തെയൊക്കെ മോശമായി, കുറേ കാലം മുന്നേ ഉള്ളതായിരുന്നു. അപ്പോൾ ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ബീട്രൂട്ടൊക്കെ അരിയാൻ നല്ലതല്ലേ അച്ചാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ. പിന്നെ ഒരു വൈപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. വൈപ്പർ പല റേറ്റിൻ്റെ ഉണ്ട്. പിന്നെ ഞങ്ങൾ 40ൻ്റെ എടുത്ത്. പിന്നെ അതൊക്കെ എന്തായാലും പൊട്ടും, പിന്നെ പെട്ടെന്ന് മാറ്റേണ്ടതാണ് അങ്ങനത്തെയൊക്കെ. അപ്പോൾ പിന്നെ വലിയ റേറ്റിൻ്റെ വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് 40ൻ്റെ തന്നെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 40ൻ്റെത് ഈ ഓറഞ്ച് കളറുള്ള സാധനം കേട്ടോ. ഞങ്ങൾ എന്നിട്ട് ഇതാ വാങ്ങിച്ചത്. പിന്നെ ഒരു ബ്രഷ് വാങ്ങിച്ചു. പിന്നെന്താ വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ അമ്മ ഇങ്ങനെ ഓരോരോ സാധനം എടുക്കലാണേ. അതൊക്കെ കഴിഞ്ഞ് ബില്ലെല്ലാം ചെയ്തിട്ട് ഞാനൊരു ഇങ്ങനെ ബെഡ് ഫർണിച്ചറൊക്കെ സെയിലാക്കുക അങ്ങനത്തെ അവിടെ ഞാൻ ഇരുന്നേ. പിന്നെ ദേവമോൾ ഇവിടെ ചെയർ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് ഇരുന്ന് കളിക്കുക. ദേവമോൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ പിന്നെ ഞാനിത് വേണമെന്ന് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഒരു പയ്യനാണോ ചേട്ടനാണോ എനിക്കറിയില്ല, ഇതൊക്കെ യൂട്യൂബ് ചാനലൊക്കെ വരുമോ എന്നൊക്കെ ചോദിച്ച്. അങ്ങനെ ഞാൻ പറഞ്ഞു ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞ് ചാനലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. പിന്നെ ഞങ്ങൾ ബുക്കൊക്കെ നോക്കി, ഫർണിച്ചറും ബുക്കും എല്ലാം നമ്മൾ നോക്കി. ഒരു കട പോലും നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. വാങ്ങിയില്ലെങ്കിലും ശരി എല്ലാം ഒന്ന് നോക്കും. അപ്പോൾ ഇവിടുന്ന് കുറച്ച് മിഠായികൾ വാങ്ങിച്ചിട്ടുണ്ട്, പണ്ടത്തെ മിഠായികൾ. ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, കണ്ടിട്ടില്ല. അമ്മയുടെ കുട്ടിക്കാലത്തൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് വായിലിട്ട് നോക്കുമ്പോഴത്തേക്ക് പൊട്ടുന്നേയില്ല. ശർക്കര മിഠായി അങ്ങനെ എന്തോ തോന്നുന്നു പറയാം. പിന്നെ തേനുണ്ട അങ്ങനെ എന്തൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഓടി കളിക്കട്ടോ. പിന്നെ പിള്ളേർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, ഇങ്ങനത്തെ പെൻസില്, റബ്ബറൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അത് കാരണം കുറച്ച് എന്തൊക്കെയോ ഇവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. പിന്നെ കല്ല് വെച്ച ജിമുക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു 100 രൂപ എങ്ങാനേ ഉള്ളൂ അവിടെ. നല്ലതാണേ അങ്ങനെ വാങ്ങിക്കണേ. പക്ഷേ ഞാൻ ഓണത്തിന് കുറച്ച് വാങ്ങിച്ചത് കൊണ്ട് കുറച്ച് കമ്മൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കമ്മൽ വാങ്ങിക്കാൻ നിന്നില്ല. പിന്നെ ഇപ്പം അങ്ങനെ ഹെവി ആയിട്ടുള്ള കമ്മൽ ഇടുന്ന കുറവല്ല. ഇപ്പം ഇടാത്ത കാരണം അത് ഇടുമ്പോൾ എന്തൊരു ബോറ് പോലെ, എനിക്ക് തന്നെ അത് ബോറ് പോലെ ഫീൽ ആവുന്നത്. പിന്നെ ഇങ്ങനെ ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്ന ഇതൊക്കെ കണ്ടേ, നല്ല ഡ്രസ്സുണ്ട് അത്. പിന്നെ അത് വാങ്ങിക്കാൻ നിന്നില്ല. പിന്നെ ദേവമോൾ വന്നപ്പോൾ തന്നെ പറയണത് പോപ്കോൺ വേണം. ലാസ്റ്റാണ് കണ്ടത്. പിന്നെ ഇതോടുകൂടി കഴിഞ്ഞു ഇതിൻ്റെ മേളകൾ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പം മറ്റേ എന്താ പറയുക, മുളകാ ബജിയും പിന്നെ പിള്ളേർക്ക് കളിക്കേണ്ടതും ആകാശത്തൊട്ടിലുണ്ടോയെന്ന് ഓർമ്മയില്ല കേട്ടോ. വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ദേവമോളിങ്ങനെ പോപ്കോൺ തിന്നതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചാകുമ്പോഴത്തേക്ക് എനിക്ക് മതി എന്നൊക്കെ പറഞ്ഞു. ബാക്കി ഞങ്ങളെല്ലാവരും തിന്നു. മുളകാ ബജി ചിന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നേ. നോക്കുമ്പോൾ അത് തീരെ രസമില്ല, ഓരോരോ സ്ഥലത്തൊന്നും വെന്തിട്ടില്ല. നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കില്ലേ ഒരുപാട് ആൾക്കാർ, ഇരിക്കാനൊന്നും സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ചെയർ നോക്കിയിട്ടില്ല, കുറേ കഴിഞ്ഞിട്ടാണ് ചെയർ കിട്ടിയത്. കുറച്ച് സമയം ഒന്ന് ഇരിക്കണം എന്നുണ്ടായിരുന്നു.
കുറേ സമയമായില്ലേ വന്നിട്ട്, ഒരു 1.5 മണിക്കൂറോളം നമ്മൾ നിന്നതല്ലേ. അപ്പോൾ നല്ല കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് ലാസ്റ്റ് ദേവമോള് പറഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് കയറണം എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ഒരാൾക്ക്, ഒരു കുട്ടിക്ക് 50 രൂപയാണ്. അങ്ങനെ 50 രൂപയൊക്കെ അടച്ച് പിന്നെ ഇത് ഈ ദേവ കളിക്കാൻ കയറിയിട്ടാ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്കല്ല, നമ്മൾ നേരെ വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ നാളെ ആഡ് ചെയ്യാവേ. ദേവ ഇതിൻ്റെ അകത്തുനിന്ന് കയറി കളിച്ച് ലാസ്റ്റ് കൈ ഇങ്ങനെ ചെറുതായിട്ട് എവിടെയോ തട്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉരഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ അപ്പം എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം, പരമാവധി ഷെയർ ചെയ്യണം. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നല്ല തിരക്കാണ്, ഒരുപാട് വണ്ടികളായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.